ആശുപത്രി ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അത് പ്രിയപ്പെട്ട പത്രപ്രവർത്തകർക്കറിയാം, ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. നമ്മുടെ ആശുപത്രി താലൂക്ക് ആശുപത്രി എന്ന ലേബൽ ഉണ്ട് എങ്കിൽ തന്നെയും പരിമിതികളിലുള്ളിൽ നിന്നുകൊണ്ട് പരമാവധിയുള്ള സേവനങ്ങൾ നമ്മുടെ ആശുപത്രി നമ്മൾ നൽകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അഭിമാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് രോഗികൾക്ക് ഡയാലിസിസ്. അതായത് ഒരു ദിവസം 4 ഷിഫ്റ്റായിട്ട് 40 രോഗികൾക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫണ്ട് 35ഓളം ആളുകൾക്ക് തരികയും ബാക്കിയുള്ള മുഴുവൻ തുകയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ IC യൂണിറ്റ് അത് 9 ബെഡ് നന്നായിട്ട് അത് പ്രവർത്തിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരാശ്വാസമാണ്. പിന്നെ നമ്മുടെ പാലിയേറ്റീവ് പ്രവർത്തനം 9 ബെഡുകളോടുകൂടി നമ്മുടെ ജില്ലയ്ക്കാകെ മാതൃകയായിട്ടാണ് നമ്മുടെ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ പാലിയേറ്റീവിൻ്റെ ഹോം കെയറിങ് വളരെ നന്നായിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ ആശുപത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള ആശുപത്രികളുടെ ഡോക്ടർമാരുടെ എണ്ണത്തിൽ ഒരുപാട് കുറവുകൾ നമുക്ക് ഉണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് നമുക്കുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അത് 2 പേര് അത് നന്നായിട്ട് ഒരു പരിധി വരെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഗൈനിക്ക് സംബന്ധമായ ഒരുപാട് സജ്ജീകരണങ്ങൾ ഗൈനിക്ക് ലേബർ റൂമിലടക്കം അതുപോലെ തന്നെ സിസേറിയനടക്കം ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ വിപുലീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആരോഗ്യ മിഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 1,39 ലക്ഷം രൂപയുടെ ലക്ഷ്യയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ 27-ാം തീയതി നടത്തുന്നത്. അപ്പോൾ ആ 27-ാം തീയതി ലക്ഷ്യ എന്ന് പറയുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി ഗൈനിക സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ കുറവ്. അതായത് നമുക്ക് വരുന്ന രോഗികളെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യക്കുറവുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും നിരവധി ആക്സിഡൻറ്റ് പറ്റിയാൽ വരുന്ന ആളുകളെ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാഷ്വാലിറ്റി പരിമിതി നിന്നുകൊണ്ടുള്ളൊരു കാഷ്വാലിറ്റി. കാരണം കാഷ്വാലിറ്റി എന്നുള്ള പേരിലാണെങ്കിൽ തന്നെയും ഒരുപാട് ആളുകൾ ഒരു 5-6 അപകടങ്ങൾ 6 പേര് അപകടം പറ്റി വന്നാൽ അവരൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സൗകര്യക്കുറവുണ്ട്. എങ്കിൽ തന്നെയും ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് HMCയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ സൂപ്രണ്ടും നമ്മുടെ RMO നമ്മുടെ ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരുടെയും ആത്മാർത്ഥമായ സേവനം നമ്മുടെ ആശുപത്രിയിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലഭിക്കുമ്പോഴും ചില പരിമിതികളും പോരായ്മകളും ഉണ്ട്, ചില വിമർശനങ്ങളും ഉണ്ട്. കാരണം HMCയുടെ നിയന്ത്രണത്തിലൂടെ 90-നടുത്ത് 88 ആളുകളെയാണ് നമ്മൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ പല ക്വാളിഫിക്കേഷനുള്ള പല തസ്തികകളിലായിട്ടാണ് നമ്മൾ നിയമിച്ചിട്ടുള്ളത്. അതായത് ECGയിലുണ്ട്, എക്സ്റേയിലുണ്ട്, ഡയാലിസിലും അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ നിയമിച്ചിട്ടുണ്ട്. ആ നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള ജോലിക്കാരും വരെ ചില അവരുടെ പെരുമാറ്റത്തിലോ ഒക്കെ ചില അസ്വസ്ഥതകൾ പലരും നമ്മളോട് പറയുകയും ആ ജീവനക്കാരോട് നമ്മൾ പറഞ്ഞ് അവരെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ സേവനങ്ങൾ ഒരുപാട് വിലപ്പെട്ടതാണ് ഈ ആശുപത്രി. കാരണം ഈ ആശുപത്രി എന്ന് പറയുന്ന നാട്ടിലെ ഓരോരുത്തരുടെയും അത്താണിയാണ്. ഏതെല്ലാം ആശുപത്രി ഉണ്ടെങ്കിലും കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സ്ഥിരമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ആശുപത്രിയിൽ വരുന്നുണ്ട്. 1000 അല്ല 1200 അല്ല, കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ കൂടുതൽ രോഗികൾ ഈ ആശുപത്രിയിൽ വരുന്നത് ഈ ആശുപത്രിയിൽ നിന്നുള്ള സേവനത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാലുള്ള പ്രധാനപ്പെട്ട വിമർശനം നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഒരുപാട് കേസുകൾ റഫർ ചെയ്യുന്ന ആശുപത്രിയായി നമ്മുടെ ആശുപത്രിയിൽ പല ഡോക്ടർമാരും പെരുമാറുന്നു എന്നൊരു വിമർശനം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മൾ ഉൾക്കൊണ്ടു പോകണം. അപ്പോൾ ഒരു അറ്റാക്ക് വന്ന ഒരാളിനെ ഇവിടെ കൊണ്ടുവരുന്നു. ചിലപ്പോൾ അതുപോലെ ചിലപ്പം അത് വളരെ സീരിയസ് ആയിരിക്കത്തില്ല. ഇവിടെ മറ്റ് കെയറിങ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗമായി പലപ്പോഴും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഉൾക്കൊള്ളുന്നതിലുള്ള അതുകൊണ്ട് കാരണം പല കേസുകളും റെഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കേസുകൾ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലേബർ കേസ്. ഇപ്പോൾ ലേബർ റൂമിൽ മെയിനായിട്ട് ഒരാളിനെ കൊടുത്തതിന് അവരുടെ ആവശ്യമുള്ള കെയറിങ്ങൊക്കെ കൊടുത്താലും ചില കേസുകൾ ഡെലിവറി നടക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് സമയത്തായി കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യ ഡോക്ടറെ കിട്ടാൻ ബുദ്ധിമുട്ട് വരും. അങ്ങനെ വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പലപ്പോഴും റെഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള സത്യം നിലനിൽക്കുന്നത്. ആ റെഫർ ചെയ്യൊക്കെ കുറയണമെന്നാണ് ഞങ്ങൾ സൂപ്രണ്ട് നമ്മുടെ ആശുപത്രി ഭരണസമിതി കൂട്ടായിട്ട് ആലോചിക്കുന്ന പരമാവധി റെഫറൻസ് കുറച്ചുകൊണ്ട് ഇവിടെ കേസുകൾ അറ്റൻഡ് ചെയ്യണം എന്ന രീതിയിലാണ്. ഒരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ചില
സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണെങ്കിൽ തന്നെയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടാകും. അതൊരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുള്ളതിനകത്ത് അങ്ങേയറ്റ ഖേദം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഓണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രശ്നങ്ങൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ചില പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരിക്കലും ഉണ്ടാകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഈ കോമ്പൗണ്ടിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. തക്കതായ ശിക്ഷകൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ HMC നിയമിച്ചിട്ടുള്ള ആളുകളുടെ അവരുടെ പെർഫോമൻസ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. 27-ന് ശേഷം വർക്ക് ചെയ്യുന്നതും ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ഒരു പണിയും ചെയ്യാതെ പെരുമാറ്റത്തിലൊക്കെ അത് നമ്മൾ വിലയിരുത്തിക്കൊണ്ട് കുറേയധികം വ്യക്തത വരുത്താനുള്ള തീരുമാനമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭരണസമിതികൾ മാറി വരും. ആശുപത്രി ഈ നാട്ടിലെ ആളുകളുടെ അത്താണിയാണ്. ആ രീതിയിൽ നമ്മുടെ ആശുപത്രി സൂപ്രണ്ടും HMC അതുപോലെ തന്നെ RMO നഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പെരുമാറുകയും വിധേയത്വം വേണമെന്ന് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ നിലപാട്. ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഇരിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട അതുപോലെ നമ്മുടെ ആശുപത്രിയുടെ വളർച്ചയും നാളിതുവരെ 95-ന് ശേഷമാണ് നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുള്ളത്. അതിനുശേഷം അന്ന് ആദ്യത്തെ പ്രസിഡന്റാണ് ഞാൻ. അന്ന് മുതലുള്ള മാറി മാറി വരുന്ന ഭരണസമിതികൾ നമ്മുടെ ആശുപത്രിയുടെ ദൈനംദിനമായ പ്രവർത്തനങ്ങൾക്കും വളർച്ചയ്ക്ക് നന്നായി ഇടപെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പത്രമാധ്യമങ്ങൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതിലുപരിയായി ഈ ആശുപത്രിയെ നന്നായി ആളിലും അർത്ഥത്തിൽ സഹായിക്കുന്ന ഇവിടുത്തെ വ്യാപാരി സമൂഹമുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, സ്കൂളുകളുണ്ട്, വ്യക്തികളുണ്ട്. അവരെയൊക്കെ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ആശുപത്രി ഇന്ന് ഈ നിലയിലേക്ക് ഉയർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പാലിയേറ്റീവ് സംഘം വെച്ച് നമ്മുടെ ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പാലിയേറ്റീവ് സംഘമാണ്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ ജീവനക്കാരും HMC അംഗങ്ങളും നിങ്ങളെപ്പോലുള്ള എല്ലാവരും പങ്കെടുത്തുകൊണ്ടാണ് വളരെ മാതൃകയാണ്. പാലിയേറ്റീവ് സംഗമത്തിന് പോലും ഈ നാട്ടിലെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ വികസനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുതൽ ബ്ലോക്ക് പഞ്ചായത്തിനോടൊപ്പം തന്നെ ഈ നാട്ടിൽ നല്ല ആളുകളുടെ സപ്പോർട്ട്, വിലമതിക്കാനാവാത്ത സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇനിയും ലഭിക്കും. ഇപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അതിപ്പോൾ എല്ലാ പത്രപ്രതിനിധികൾക്കും തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് 2 കോടി സംതിങ് രൂപയാണ് നമ്മുടെ ആശുപത്രിയുടെ ദൈനംദിന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ആ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും നോക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിക്ക് ഇത്രയും രൂപകൾ നമ്മുടെ ഈ വർഷം നമ്മൾ വെച്ചിരിക്കുകയാണ്. ആശുപത്രിക്ക് മരുന്ന് വാങ്ങൽ, ഡയാലിസിസിന് വേണ്ടി കടക്കൽ താലൂക്ക് ആശുപത്രി ഡോക്ടർമാരുടെ ഹോണറേറിയം, ആശുപത്രിയുടെ ദൈനംദിന ചിലവുകൾ, താലൂക്ക് ആശുപത്രി എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ സാധനങ്ങൾ വാങ്ങുന്നത്, ആശുപത്രിയുടെ കമ്പ്യൂട്ടറിനെ വാങ്ങുന്നതിനെ സംബന്ധിച്ച് മെയിൻ്റനൻസ്, ആശുപത്രിയുടെ സോളാർ പവർ പ്ലാന്റിൻ്റെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ എക്സ്റേ പ്രിൻ്റർ മിഷൻ, താലൂക്ക് ആശുപത്രി നവീകരണം, അങ്ങനെ തുടങ്ങിയ ഇനത്തിൽ 2,38,90,133 രൂപയാണ് ഈ വർഷത്തെ പദ്ധതി നമ്മൾ വകയിരുത്തിയത്. അതെല്ലാം ഈ ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടും ഈ ആശുപത്രിയിൽ നിന്ന് നമ്മൾ കൂട്ടായി എടുത്തുകൊണ്ട് എന്തൊക്കെയാണ് വികസനങ്ങൾ ഈ ആശുപത്രിയിൽ അടിയന്തിരമായി വേണ്ടതെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തരുന്ന റിപ്പോർട്ട് അതുപോലെ തയ്യാറാക്കി DPC അംഗീകരിച്ച് പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആശുപത്രിക്ക് ഇത്രയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നമ്മുടെ സംസ്ഥാനത്തുമില്ല, ജില്ലയിലില്ല. ആകെ മെയിൻ്റനൻസ് കിട്ടുന്ന 4 കോടി രൂപയാണ്. ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് 15 പേരടങ്ങുന്നതാണ് ഭരണസമിതി. ഞങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് കാര്യത്തിൽ ഉപയോഗിക്കാം. പക്ഷേ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ എന്ന നിലയിൽ ഒരു നിർദ്ദേശ കമ്മിറ്റിയിൽ വെച്ചാൽ അഭിമാനത്തോടെ കമ്മിറ്റി അംഗീകരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഈ പ്രോജക്റ്റ് വിമർശനങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോഴും ഇത്രയധികം കാര്യങ്ങൾ നമ്മുടെ ആശുപത്രിയിൽ നടക്കുന്നു എന്നുകൂടി നമ്മുടെ പ്രിയപ്പെട്ട പത്രപ്രതിനിധികൾ കൂടി അറിയണം. എന്നാൽ ഇതെല്ലാം വയ്ക്കുമ്പോഴും നിസ്സാരമായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പം തന്നെ നമ്മുടെ ആശുപത്രി 101 ബെഡ് സ്ട്രെങ്ത്, ഏതാണ്ട് 250 ആളുകളാണ് കിടക്കുന്നത്. മെനിങ്ങാമൊക്കെ കടക്കൽ ഇപ്പം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്ത് വിടുന്ന കേസ് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ കിടക്കാൻ ബെഡ് കാണത്തില്ല. അപ്പോഴും നമ്മൾ ബെഡ് അറേഞ്ച് ചെയ്യണം. ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തൊക്കെ ഇടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. പിന്നെ
ചില ആളുകളെ സംബന്ധിച്ചെന്ന് പറയുന്ന വരുമ്പോഴേ പേവാർഡ് വേണം. പേവാർഡ് ചിലപ്പോൾ ഫുൾ അത് ഒഴിയുമ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ചില അസ്വാരസ്യങ്ങൾ ചില ഭാഗത്തുണ്ടെങ്കിലും നമ്മുടെ ആശുപത്രിയുടെ ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് HMC എടുക്കുന്ന തീരുമാനങ്ങൾ, HMCയെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ സൂപ്പറുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടാണ് ഇടപെടുന്നത്. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട്, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളാണ്. അതെല്ലാം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങൾ വരേണ്ടതാണ്. അത് ഫൈനാൻസ് ക്ലിയറൻസിൻ്റെ വിഷയമുണ്ട്. എങ്കിൽ തന്നെയും നമ്മുടെ ഈ ആശുപത്രിക്ക് കുറേ മാറ്റം വരും. പ്രധാനം എന്താ, ഒരു അനസ്തേഷ്യ ഡോക്ടർ നമുക്കില്ല. ഞങ്ങൾക്ക് സ്കാനിങ്ങിന് ഡോക്ടറില്ല. ഞങ്ങളെ രൂപ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ HMCയുടെ വരുമാനത്തിൽ നിന്ന് തുക കൊടുക്കാൻ, അവരാവശ്യപ്പെടുന്ന രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഡോക്ടർമാർ ഇല്ല. അതിന് നമ്മൾ പുറത്തൊക്കെ പറയുന്നത് എന്താണ്, മനഃപൂർവ്വമായി നമ്മുടെ മെഷീൻ കേടാക്കിയിടുന്നു. ഞാൻ ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ മിക്സി, ഉദാഹരണം പറയാം, നമ്മുടെ മിക്സി ഒരു മണിക്കൂർ നമ്മൾ അരയ്ക്കുമ്പോൾ മിക്സി കൂടാതെ എക്സ്റേ ഒരു 2 മണിക്കൂർ ആകുമ്പോൾ എക്സ്റേ വിഷൻ കൂടാതെ അപ്പോഴൊരു 2 മണിക്കൂർ ഓഫാക്കിയിട്ടാണ് 100-180 കുറയാത്ത എക്സ്റേ പുറത്തുനിന്നുള്ള എക്സ്റേ കൂടെ വരുന്നുണ്ട്. ആ എക്സ്റേ എടുക്കുമ്പോൾ എക്സ്റേ വിഷൻ ചൂടാകുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ അങ്ങനെയാണ്. സ്കാനിങ്ങിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഡോക്ടറെ കിട്ടിയിരുന്ന ഡോക്ടർമാരിൽ നിന്ന് വരാൻ തയ്യാറാണ്. കാരണം അവർക്ക് ഇരട്ടി പൈസ കൊടുത്ത് അവരെ വാങ്ങാനായിട്ട് അവരെ കൊണ്ടുപോകാനും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുണ്ട്. ഞാൻ സൂപ്പറിനോട് ഇടപെടാൻ ഒരു മാക്സിമം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കൊല്ലം ജില്ലയിലെ DMO നമ്മളെ ഒരുപാട് സഹായിക്കാറുണ്ട്. DPMO ഒരുപാട് ഞങ്ങളെ സഹായിക്കാറുണ്ട്. DHSന്റെ ഡോക്ടർ ഷിനു എന്ന് പറഞ്ഞ ഡോക്ടർ എന്ന് പറയുന്നത് നേരത്തെ ഒരു DMO ആയിട്ടുള്ളതാണ്. ഷിനു സാർ ഞങ്ങളെ ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ സഹായം ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ആശുപത്രിക്ക് ഞങ്ങളുടെ 3 ആശുപത്രി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ നിലനിൽക്കുന്ന ഇതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ കോപ്പി ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് തരും. ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ് സമർപ്പിക്കുന്നതിൻ്റെ റിപ്പോർട്ടിൻ്റെ അന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ കോപ്പിയുടെ ബഹുമാനപ്പെട്ട എല്ലാ പത്രപ്രവർത്തകർക്കും തരും. തീർച്ചയായും നമ്മുടെ ആശുപത്രി ഈ നാടിൻ്റെ ആശുപത്രി ഇതിവിടെ നിലനിൽക്കണം. അപ്പോഴൊരു ചർച്ച വരുന്നത് കിംസാറ്റിനെ വളർത്താൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്നും എവിടെയും പറയും, കിംസാറ്റും പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 10,000-കണക്കിന് ആളുകൾ വരിക, അവിടെ വരുന്ന ഒരു കുറവില്ല. തിരുവനന്തപുരം RCC ഇഷ്ടം എന്താ വെച്ചാൽ കിംസിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ SK പോർട്ടിൽ അവിടെയൊക്കെ കുറവില്ല. അപ്പം നമ്മുടെ ആശുപത്രിയിൽ വരേണ്ട ആളുകൾ നമ്മുടെ ആശുപത്രികളിൽ വരികയും അത്യാവശ്യം അവിടെ ഉള്ള ഡോക്ടർമാരെ സേവനം ചെയ്യുകയും ഇരിക്കുന്നുണ്ട്. മറ്റ് ആശുപത്രി ഇതുമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്പയർ ചെയ്യുന്ന വിഷയം വരുന്നില്ല. താലൂക്ക് ആശുപത്രിയുടെ എല്ലാ വളർച്ചയ്ക്കും കിംസാറ്റിൻ്റെ ചെയർമാൻ്റെ അതെടുത്തു പറയേണ്ടത് ഒരു വിഷയമാണ്. ഈ ആശുപത്രിയുടെ HMC അംഗമെന്ന നിലയിൽ കിംസാറ്റ് ചെയർമാൻ്റെ ഓരോ ഇടപെടലിലൂടെ ഈ ആശുപത്രി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് HMC അംഗങ്ങളായിട്ടുള്ള ശ്രീ S. വിക്രമനുണ്ട്, അതുപോലെ പിന്നെ മുഖാരിയുണ്ട്, JC അനിലിൻ്റെ ഉണ്ട്, അതോടൊപ്പം തന്നെ RS ബിജുവുണ്ട്, അതുപോലെ അങ്ങനെ എല്ലാം ഒരുപാട് ആളുകളുടെ നസീർ സഖാവ് ഇവരെല്ലാവരും ഇത് വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ പറയും ആശുപത്രിയിൽ അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടും. അങ്ങനെ ഇടപെട്ടുകൊണ്ടാണ് അത്യാവശ്യം വർക്കിംഗ് അറേഞ്ച്മെൻറ്റ്. ഇപ്പോൾ ഈ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് എന്ന ഒരു സിസ്റ്റമില്ല. ഇപ്പം മറ്റൊരു വിഷയം, പത്തനാപുരം ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടർ ലിഷയാണ് ഞങ്ങളിവിടെ കൊണ്ടുവച്ചിരിക്കുന്ന ആരായിട്ടാണ് ഫിസിഷ്യനായിട്ട്. അത് KV ഗണേഷ് കുമാർ ഇന്ന് വിളിച്ചാൽ അവർ പോകും. അതൊക്കെ തൊഴുതു, കാരണം നമുക്കിവിടെ അറേഞ്ച്മെൻറ്റ് തന്നിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഡോക്ടർമാരുടെയും. എന്നാൽ നമ്മുടെ ആശുപത്രിയിൽ സർജറിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സേവനങ്ങൾ അത്യാവശ്യം അത്യാവശ്യം സർജറി ചെയ്യുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ AYFൻ്റെ നേതാവായിട്ടുള്ള നിതീഷിൻ്റെ അച്ഛൻ പെയിൻ്റ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും മുട്ടുപൊട്ടി, വലിയ സർജറി ചെയ്യണ്ടേ, അതിവിടെ കൊണ്ടുവന്ന് സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇവിടുത്തെ ഓർത്തോ സർജൻ ഏറ്റെടുത്ത് 4-4.5 മണിക്കൂർ നടത്തിയ സർജറിയുടെ ഭാഗമായി അത് വിജയിച്ചു. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി. നമ്മുടെ ഒരു സർക്കാർ ആശുപത്രിയിലും അത് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായങ്ങൾ. പിന്നെ ആശുപത്രിയുടെ വൃത്തിയുടെ കാര്യത്തിൽ മാക്സിമം നമ്മൾ ഇടപെടുന്നുണ്ട്. പിന്നെ ഇന്നും മനസ്സിലാക്കണം, ഞങ്ങളുടെ HMC ഫണ്ടിൻ്റെ ഒരു 4-1 തുക ആശുപത്രിയുടെ ഈ ബ്ലോക്ക് എടുക്കാൻ വേണ്ടിയാണ്. കാരണം ഈ രോഗികളോടെല്ലാം നമ്മൾ പറഞ്ഞാലും ക്ലോസറ്റിലൊക്കെ പല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായിട്ട്. പിന്നെ
നമ്മൾ വരുമാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആശുപത്രിയുടെ നിലനിൽപ്പെന്ന് പറയുന്ന പേവാർഡിൻ്റെ പൈസയും ലാബിൻ്റെ പൈസയൊക്കെ ഉണ്ട്. പിന്നൊരു വിമർശനം ബഹുമാനപ്പെട്ട നമ്മുടെ ഗോവനൊക്കെ എന്നോട് ചോദിച്ചു, ആരോഗ്യകിരൺ, ഞങ്ങൾ അതിനോട് അങ്ങേറ്റ വിഷമം അനുഭവിക്കുന്ന ആളുകളാണ്. ആരോഗ്യകിരണുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫണ്ടുകൾ ഇപ്പോൾ ആ തരത്തിൽ ലഭിക്കാത്തതിൻ്റെ ഭാഗമായി പൂർണ്ണയാത്രത്തിൽ നമുക്കത് വിജയിപ്പിക്കുവാൻ കൊച്ചു കുട്ടികൾക്ക് 18 വയസ്സുള്ള കുട്ടികളുടെ മരുന്നിൻ്റെ ചികിത്സയ്ക്ക് പരിമിതികൾ വന്നിട്ടുണ്ട്. ആ പരിമിതി വന്നതിൻ്റെ കാര്യം സൂപ്രണ്ട് പറഞ്ഞിരുന്നു. ഞാൻ എവിടെ നിന്നപ്പോൾ എന്നെ ഗോവൻ വിളിച്ച് ചോദിച്ചിരുന്നു. മാക്സിമം സഹായിക്കുന്നു. അതുപോലെ ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾക്ക് സ്കാനിങ്ങിന് അടുത്ത സ്കാനിങ് സെൻ്ററുമായിട്ട് അപ്പോൾ അതിന് ഞങ്ങൾ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ പരമാവധി അങ്ങനെയല്ലേ അത് പരമാവധി ഡോക്ടർമാർ ക്രമീകരിക്കുന്നുണ്ട്. പരമാവധി നമ്മുടെ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആശുപത്രിയുടെ ഈ നാട്ടിലെ ആളുകളുടെ ആഗ്രഹം അനുസരിച്ച് കൊണ്ടൊരു വിദഗ്ധമായിട്ടുള്ളൊരു DPR വരുന്ന ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാക്കും. നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ വേണം. നമുക്ക് അനുവദിക്കപ്പെട്ട ഭൂമിയുടെ വ്യക്തതയെല്ലാം ആയിട്ടുണ്ട്. നമ്മൾക്ക് ആദ്യം ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല. നമ്മൾക്ക് ആദ്യം അനുവദിച്ച 10 കോടി രൂപയുടെ 10 കോടി രൂപ ഒന്നും ആകത്തില്ല. 25 കോടി രൂപയാണ് ഇവിടെ ഒരു DPR തയ്യാറാക്കാനാണ് ബഹുമാനിയായിട്ടുള്ള ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള അറിയിപ്പ് തന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിലും ഒക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ നാടിൻ്റെ ആളുകളുടെ ആവശ്യമാണ് കടക്കൽ താലൂക്ക് ആശുപത്രി. ഇപ്പം നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ കുറേയധികം അശാസ്ത്രീയതയുണ്ട്. പുതിയ കെട്ടിടങ്ങൾ വരുന്നതോടുകൂടി ഈ ഭരണസമിതികൾ മാറി വന്നാൽ നിങ്ങളിൽ എല്ലാവരും ഈ കാര്യത്തിൽ കാണും. ഫലപ്രദമായ ദീർഘവീക്ഷണത്തോടുകൂടിയ ഒരു മാസ്റ്റർ പ്ലാൻ വരുന്ന ദിവസങ്ങളിലൂടെ തയ്യാറാക്കുക. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ആശുപത്രിയിൽ ഉള്ളവരെ വെച്ചുകൊണ്ട്, ഉള്ള ഡോക്ടർമാരെ വെച്ചുകൊണ്ട്, സ്വീപ്പർമാരടക്കമുള്ള അവരുടെ അവരുടെ നല്ല സപ്പോർട്ടാണ്. കായകൽപ്പം എന്ന് പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ 2 വർഷമായി നമുക്കതിൻ്റെ സപ്പോർട്ട് കിട്ടാറുണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് ദേശീയ അംഗീകാരത്തിന് പോകുന്നതനുസരിച്ചുള്ള മാർക്കും ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ലെവലിൽ പോകുന്നതിനാവശ്യമായ എല്ലാ സഹായവും ആരോഗ്യ വകുപ്പും DPM-ഉം DMOയും ബഹുമാനപ്പെട്ട DHS എന്നൊക്കെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് 27 കഴിഞ്ഞതിന് ശേഷം അവർ കുറേയധികം നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ആ നിബന്ധനകളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ആശുപത്രിയെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഈ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ദേശീയ നിലവാരത്തിലായി കഴിയുമ്പോൾ നമുക്ക് ഒരു മാസം ഒരു 10 ലക്ഷം, ഒരു വർഷം 10 ലക്ഷം രൂപ ഒരു ബെഡിന് 10,000 രൂപ വെച്ച് നമുക്ക് കിട്ടും. അത് നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിലെടുക്കാൻ കഴിയും. അത് വാങ്ങണമെന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ട്. അപ്പോൾ മാങ്കോട് തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്ര ലെവലിലാക്കി അവിടുത്തെ ഡോക്ടർമാർ ഒരാൾക്കൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് തനത് ഫണ്ടില്ല. ആകെ ലഭിക്കുന്ന ഫണ്ടിൽ നിന്നും ഏറ്റവും വലിയ ഊന്നലാണ് ഈ 3 ഹോസ്പിറ്റലിന്. അതിൽ 3 ഹോസ്പിറ്റലിനെ ഒരേപോലെ കണ്ടുകൊണ്ടാണ് അതിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കൊണ്ടുപോകുന്നത്. 3 ആശുപത്രി നമ്മുടെ PR, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു വനിത എന്ന നിലയിൽ PR വളരെ നന്നായിട്ടാണ് ഞങ്ങൾക്ക് സൂപ്രണ്ടിനോടൊപ്പം ആശുപത്രിയുടെ ചെയർമാൻ എന്ന നിലയിൽ നമുക്ക് സഹായിക്കുന്ന സാങ്കേതികമായിട്ടൊക്കെയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ PR-യുടെ ഭാഗത്ത് ലഭിക്കാറുണ്ട്. മറ്റു ഡോക്ടർമാരുടെ ഭാഗത്ത് ലഭിക്കാറുണ്ട്. അതെല്ലാം ഉണ്ടുവെങ്കിൽ തന്നെ നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ സൂപ്രണ്ട് DHS-ലൂടെ തീരുന്ന ഒരാളെന്ന നിലയിൽ കുറേയധികം സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ട് നമ്മുടെ ആശുപത്രി മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ 27 പരിപാടി കഴിഞ്ഞ ഉടനെ നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. ലിഫ്റ്റിന് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ റാമ്പ് വേണം. അപ്പോൾ റാമ്പെല്ലാം ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കാൻ പോവുകയാണ്. ഇതിനെല്ലാം ഭേദഗതികൾ ചിലപ്പം വരുത്തിക്കൊണ്ട് കുറച്ചുകൂടെ ഫണ്ടുകൾ വെച്ച് കൊടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാണ്. അങ്ങനെ ആ തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട്. കാരണം മനുഷ്യരാകുമ്പോൾ വിമർശനം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ആരോഗ്യമല്ലാത്ത വിമർശനങ്ങളെല്ലാം ഉണ്ടാവും. ഈ നോട്ടീസുമായി ഇതിപ്പോൾ മെറ്റേണിറ്റി വാർഡും ബ്ലോക്കും ലിഫ്റ്റുമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ NHM-ൻ്റെ ഫണ്ടാണ്. അപ്പോൾ ആ ഫണ്ട് നമുക്ക് ലഭിക്കാറില്ല. അതിൽ വാരാത്ത ബാക്കിയുള്ള തുകയെല്ലാം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ HMC-യുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പൂർത്തീകരണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. നമ്മുടെ MLA കൂടിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ചിഞ്ചു റാണിയുടെ അവരുടെയൊക്കെ സഹായങ്ങൾ നമ്മുടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ആദ്യം ലഭിച്ചിട്ടുള്ള 50 ലക്ഷം രൂപ നമ്മൾ വിടുന്നല്ലൂർ ഹോസ്പിറ്റലിലാണ്.
ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം നമുക്കിവിടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ അടക്കം ഒരുപാട് സഹായം, ആംബുലൻസ് അടക്കം ബഹുമാനിയായിട്ടുള്ള MLA അവരുടെ ഒരു പ്രത്യേക താല്പര്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ആശുപത്രിയിൽ വസ്തു ഇപ്പം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് വലിയൊരു പ്രോജക്റ്റാണ്. ഇപ്പം 27-ാം തീയതി എളമാട് ആശുപത്രിക്ക് 50 ലക്ഷം രൂപയ്ക്കുള്ള തറക്കല്ലിട്ട് 27-ാം തീയതി നടക്കുകയാണ്. രാവിലെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ മെറ്റേണിറ്റി ബ്ലോക്കും ലിഫ്റ്റിൻ്റെയൊക്കെ ഉദ്ഘാടനം 27-ാം തീയതി വൈകിട്ട് 4 മണിക്ക് തന്നെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നേരിട്ടാണ് മന്ത്രിയുടെ വരുന്നത്. ഇവിടെ നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ബഹുമാനിയായിട്ടുള്ള ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഈ നാട്ടിലെ എല്ലാ ബഹുജനങ്ങളുടെയും ആവശ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മെമ്മോറാണ്ടം നമ്മുടെ ആശുപത്രിയുടെ മുമ്പിൽ കൊടുക്കും. അപ്പോൾ 27-ാം തീയതി ആകാൻ ഇപ്പോൾ അധ്യക്ഷയായിട്ടുള്ളത് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ചിഞ്ചുറാണി മിനിസ്റ്ററാണ്. ബഹുമാനിയായിട്ടുള്ള പ്രേമചന്ദ്രൻ MP ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു. അദ്ദേഹം സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ PA വിളിച്ച് ഞങ്ങൾ മെയിൽ അയച്ച് കൊടുത്തു, തിരിച്ചു വിളിച്ച് സ്ഥലത്തെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ആ കളക്ടറെ സംബന്ധിച്ച് ഒരു വാക്ക് എനിക്ക് പറയണം. നമ്മുടെ 9 വർഷമായി പാലിയേറ്റിൽ കിടക്കുന്ന 2 കുട്ടികളുണ്ട്, അറിയാമോ? ഒന്ന് എതിരെ മൂകിയായിട്ടുള്ള എൻ്റെ സഹോദരൻ പയ്യല്ലുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവരാരെല്ലാം ശ്രമിച്ചിട്ട് 4 ഇതുവരെയായിട്ട് അവന് ആഹാരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മിനിസ്റ്റർ ക്ഷണിക്കാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്റർ വന്നിട്ട് ഇവന് ആധാരം ഏർപ്പാടിയിട്ട് നടന്നില്ല. ഞങ്ങൾ കൂട്ടായിട്ട് മിനിസ്റ്റർ ഈ പരിപാടിക്ക് ബുക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് ആ പയ്യന് ആധാരം കിട്ടിയോ, അത് കിട്ടണം എന്ന് പറഞ്ഞത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട കളക്ടർക്ക് ഞാൻ എൻ്റെ രേഖാമൂലം അക്കപ്പാടിൽ കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തതിന് അന്ന് തന്നെ DPMന് അദ്ദേഹം ഓർഡർ എടുത്തു. വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ആ പയ്യന് ഒരാഴ്ച കഴിഞ്ഞ് മുമ്പായി അവൻ ആധാർ കിട്ടി. 27-ന്റെ യോഗത്തിൽ വെച്ച് ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവൻ്റെ സഹോദരി അത് ഏറ്റുവന്നു. അത് മറക്കാനാവാത്ത ഒരു വലിയ സംഭവമാണ്. കാരണം 9 വർഷക്കാലമായി അക്ഷയ സെൻ്ററുകാർ വന്ന് എടുത്തിട്ട് പോലും ലഭിക്കാത്തത് പ്രത്യേക താല്പര്യമെടുത്ത് കളക്ടർ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരൻ കൂടിയായിട്ടുള്ള സുരേഷ് ബാബു സുരേഷ് സാർ ഒരുപാട് സഹായിച്ചു. ഇവരെ 2 പേരെ നമുക്ക് മറക്കാൻ പറ്റും. ആ തരത്തിൽ അത് ലഭിച്ചു എന്ന ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. ആ പാലിയേറ്റുമായി കിടക്കുന്ന പയ്യനെ സംബന്ധിച്ച് അവന് വീട് സ്വന്തം. അപ്പം അവന് നമ്മൾ വിടാത്തതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരിവിടെ കിടന്നാൽ അവൻ്റെ മുറിവിൽ വലിയ ഇതില്ല. അത് വേറൊരു കുടുംബമാണ്. കുറേ നാളെ കിടക്കട്ടെ. അവന് സ്വന്തമായി പട്ടികജാതി വികസന വകുപ്പിൻ്റെയാണ് 10 സെൻറ്റ് വീടും അങ്ങനെയാണ്. അത് നല്ല സൗകര്യങ്ങൾ, റാമ്പ് ഉൾപ്പെടെയുള്ളതാണ് അവൻ്റെ വീട്. അവൻ്റെ സഹോദരി ഉൾപ്പെടെയുണ്ട്. അപ്പം അതായത് ഈ വർഷം ഇനിയിപ്പം ചിതറ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഏൽപ്പിച്ച ചിതറ പഞ്ചായത്ത് പ്രസിഡന്റ് ആ പയ്യന് എന്തായാലും പെൻഷൻ കൊടുക്കും എന്നൊരു നല്ല ഒരു മാനുഷികപരമായിട്ടുള്ളൊരു കാര്യം കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നടപടിയുടെ ഭാഗമായി ജില്ലാ കളക്ടർ ഞങ്ങളെ സഹായിച്ചു എന്നൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് അറിയിക്കുകയാണ്. നമ്മുടെ ആശുപത്രിയുടെ ഡോക്ടർമാരെ സംബന്ധിച്ചും ഇവിടുത്തെ സേവനങ്ങളെ സംബന്ധിച്ച് തന്നെ ബഹുമാനിയായിട്ടുള്ള സൂപ്രണ്ട് പറയും നിങ്ങളുടെ എല്ലാവരുടെയും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് 95 മുതൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പത്രപ്രവർത്തകരുടെ ഒരുപാട് ഉദ്യോഗസ്ഥരുടെ വിവിധ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തുടർന്നുള്ള നാളുകളിൽ എല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ആരോഗ്യകരമായിട്ടുള്ള നല്ല സപ്പോർട്ട് നിങ്ങളുടെ എല്ലാം ലഭിക്കണമെന്നും ആണ് നിങ്ങളോട് പറയുവാനുള്ളത്. 27-ന്റെ പരിപാടിയിൽ ഈ പറയപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ചെയ്യപ്പെടുമെന്നാണ് ആരോഗ്യവകുപ്പിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതിൽ നമ്മുടെ കടക്കൽ ആശുപത്രിയുടെ ഫിസിഷ്യൻ്റെ പോസ്റ്റും സർജൻ്റെ പോസ്റ്റും എന്തായാലും ഉൾപ്പെടുത്താമെന്ന് DHSൽ നിന്നും ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യമായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഇതിൻ്റെ പ്രപ്പോസൽ കൊടുത്തു വരികയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും അത് ഉൾപ്പെടുത്താം എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. ആശുപത്രിയെ സംബന്ധിച്ച് ഒത്തിരി പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പോരായ്മകളിൽ നിന്നും എത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 4 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, പിന്നെ NHMൽ നിന്നും ഒരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറും, അതുകൂടാതെ പഞ്ചായത്തിൽ നിന്നുമുള്ള ഒരു ഡോക്ടറും കൂടി 6 കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വെച്ച് 24 മണിക്കൂറും ദിവസവും 4 ഡോക്ടർമാരെ വെച്ച് ജോലി ചെയ്യുന്നത് പറയാതിരിക്കാൻ വയ്യ. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുന്ന എല്ലാ രോഗികൾക്കും
അതിൻ്റേതായ പ്രൈമറി ചികിത്സ നൽകിയിട്ട് മാത്രമാണ് ഞങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ റെഫർ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒരു ഫിസിഷ്യൻ്റെ സേവനം ഇല്ലാത്തിടത്തോളം പറയുന്നത് പോലെ എമർജൻസി ആയിട്ട് വരുന്ന ICU ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് റെഫർ ചെയ്യും. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് റെഫർ ചെയ്യുന്നത്. അതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചികിത്സ നൽകി കഴിഞ്ഞിട്ട് റെഫർ ചെയ്യേണ്ട സ്ഥലത്ത്, ചികിത്സ കിട്ടേണ്ട സ്ഥലത്ത് റെഫർ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത്. അതിൽ കുറച്ച് റെഫറൻസ് അൺഅവോയ്ഡബിൾ ആയിട്ട് വരാം. അത് ഈ തിരക്കുകൾ കാരണം വരുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് നമ്മൾ റെഫറൻസ് ഓഡിറ്റ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിൽ തന്നെയും അതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ HMCയിൽ തന്നെ പറയുകയും ചെയ്തു. അതുകൂടാതെ തന്നെ നമ്മുടെ ആശുപത്രിയിൽ ഒരു ദിവസവും 1-2 പോസ്റ്റ്മോർട്ടവും ചെയ്യുന്നുണ്ട്. ഈ നിലവിലുള്ള ഡോക്ടർമാരുടെ എണ്ണത്തിൽ കുറവുള്ളാഞ്ഞിട്ട് പോലും പോസ്റ്റ്മോർട്ടത്തിന് ഒരു കാരണവശാലും അതിനൊരു ലാക്സിറ്റി ഉണ്ടാവരുത് എന്ന് പറയുകയും കൃത്യമായിട്ട് നമ്മൾക്ക് വിദഗ്ധമായിട്ടുള്ള അഭിപ്രായം നേടേണ്ട പോസ്റ്റ്മോർട്ടങ്ങൾ മാത്രമാണ് നമ്മൾ പാരിപ്പള്ളിയിലോട്ട് അയക്കാറുള്ളത്. അല്ലാതെ എല്ലാ പോസ്റ്റ്മോർട്ടങ്ങളും ഇവിടെ ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ലക്ഷ്യയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 ഗൈനക്കോളജി ഡോക്ടർമാരാണുള്ളത്. ഒരു ഗൈനക്കോളജി 24 മണിക്കൂറും നടത്തണമെങ്കിൽ മിനിമം ഒരു 5 ഡോക്ടർമാരെങ്കിലും വേണ്ട ഒരു സിറ്റുവേഷൻ. എങ്കിലും ഇവിടെ വരുന്ന എല്ലാ കേസുകളും ഈ 2 ഡോക്ടർമാർ, ഒരു അനസ്തറ്റിസ്റ്റും ഉൾപ്പെടെയുള്ള ആളുകൾ മാക്സിമം കേസുകൾ എടുക്കാറുണ്ട്. നൈറ്റിൽ വരുന്നതൊന്നും വിടുന്നു എന്ന് പറയുന്നതിനകത്ത് ഞാൻ അതിനകത്ത്, കാരണം റെഫറൻസ് ഓഡിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ഗൈനക്കോളജി കേസ് പോലും വിടേണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ഭയങ്കരമായ കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് SATയിലോട്ട് ഡെലിവറിക്ക് മുമ്പ് വിടാറുള്ളൂ. അല്ലാതെ എല്ലാ കേസുകളും ഗൈനക്കോളജി വിഭാഗത്തിൽ ഇവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് ലക്ഷ്യ ബിൽഡിംഗ് വന്നതാണ്. 1,39,00,000 രൂപയാണ് NHM വഴി ലക്ഷ്യ പദ്ധതി നടത്തിയത്. 2018 ROP വെച്ച ഒരു പ്രോജക്റ്റാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ടാണ് ഇതിൻ്റെ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റിയതും അത് സ്പീഡപ്പ് ചെയ്തതും. അതിന് പ്രത്യേകമായിട്ട് ബ്ലോക്ക് പ്രസിഡൻറ്റിൻ്റെയും നമ്മുടെ MLA മിനിസ്റ്ററുമായ ചിഞ്ചുറാണി മിനിസ്റ്ററിൻ്റെയും ഒരു സഹായം വളരെ രീതിയിലുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി നമ്മുടെ വികസനം, ആശുപത്രിക്ക് വികസനം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ആശുപത്രി കമ്മിറ്റിയിൽ വിലയിരുത്തുകയും അത് വേണ്ട രീതിയിൽ ചെയ്യാനും ഞങ്ങൾക്കുള്ള ഒരു പോയിന്റ് HMC മെമ്പർമാരെല്ലാം നിർദ്ദേശിക്കുകയും ചെയ്യാറുണ്ട്. ദിവസവും 1000-ൽ കുറയാതെ ആളുകളാണ് OP വിഭാഗത്തിൽ മാത്രം വരുന്നത്. ഇതുപോലെ തന്നെ കാഷ്വാലിറ്റിയിലും 1000 പേരാണ് ദിവസവും കാഷ്വാലിറ്റിയിലും വരുന്നത്. അപ്പം അതിൻ്റേതായ ഒരു പോരായ്മകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സേവനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് നൽകുന്നത്. നിലവിലുള്ള ഡോക്ടർമാരിൽ NHM നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കുറച്ച് ഫിനാൻസ് പരമായി കുറച്ച് പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് NHM. അതുകൊണ്ട് മാത്രമല്ല, ഡോക്ടർമാരുടെ പേഴ്സണലായിട്ട് 2-3 ഡോക്ടർമാർ NHMൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ നമ്മുടെ ഇവിടെ നിന്ന് പോയി ഉപരിപഠനത്തിന് വേണ്ടി പോയതാണ്. അത് കാരണം നമ്മൾക്കിപ്പം കുറച്ചും കൂടെ ഷോർട്ടേജ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ DPM ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 2 ഡോക്ടർമാരെയും കൂടെ ലഭ്യമാക്കി തരും എന്നുള്ള കാര്യവും. അതുപോലെ തന്നെ സ്റ്റാഫ്, നമ്മുടെ ഈ ലക്ഷ്യ പദ്ധതി പുതിയ ബിൽഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഡോക്ടർമാർ മാത്രമല്ല ബാക്കിയുള്ള സ്റ്റാഫും കൂട്ടേണ്ടിയിരിക്കുന്നു. അതിനും NHM 2-3 സ്റ്റാഫ് നഴ്സിനെയും കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മയുള്ളത്, നമ്മുടെ ഇപ്പോഴത്തെ ഈ ലക്ഷ്യ ബിൽഡിങ്ങിലേക്ക് റാമ്പ് സ്ഥാപിക്കാൻ പ്രസൻറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ അതും ബ്ലോക്ക് പ്രോജക്റ്റിൽ വെച്ചിട്ടുണ്ട്. അതും എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പരിപാടികൾ നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ആശുപത്രിയെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ലോ ടെൻഷൻ ഇരിക്കുന്നൊരു കാര്യമാണ്. അതും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോജക്റ്റിൽ 48 ലക്ഷം രൂപ വയ്ക്കുകയും അത് ഇപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ പണി പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുകയും ഹൈ ടെൻഷൻ ട്രാൻസ്ഫോമർ
സ്ഥാപിക്കുകയും ചെയ്തു. അതും സ്പീഡപ്പ് ആയി ചെയ്തിട്ടുണ്ട്. പിന്നെ ആംബുലൻസിൻ്റെ കാര്യമായാൽ പോലും നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ 2 ആംബുലൻസും പ്ലസ് 1 ആംബുലൻസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. 2 ആംബുലൻസാണ് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവർമാരായാലും ഞങ്ങൾക്ക് വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൽ തന്നെ ഡോക്ടർമാരെയും ഡ്രൈവേഴ്സിനെയും പല സ്റ്റാഫിനെയും DMOയും നൽകിയിട്ടുണ്ട്. അത് കാരണം തന്നെയാണ് ഇത് മുൻപോട്ട് പോകുന്നത്. ഇത് പിന്നെ നമ്മുടെ പാലിയേറ്റീവ് വാർഡ്, പാലിയേറ്റീവ് എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാ സുഹൃത്തുക്കളും പാലിയേറ്റീവിൻ്റെ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ പാലിയേറ്റീവ് ഫീൽഡ് വർക്ക്, ആശുപത്രിയുടെ അകത്തുള്ള വർക്ക് മാത്രമല്ല ഫീൽഡ് വർക്കും വളരെ കാര്യമായിട്ട് തന്നെയാണ് പോകുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ്ങും നമ്മൾ നൽകാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് NQSൻ്റെ കാര്യമാണ്. ജില്ലയിൽ പുനലൂർ ആശുപത്രി കഴിഞ്ഞാൽ താലൂക്ക് ആശുപത്രി വേറെ ഒരു താലൂക്ക് ആശുപത്രികളിലും NQSന് പോയിട്ടില്ല. നമ്മൾ നാഷണൽ ലെവൽ NQSന് ഇത്രയും പരിമിതികൾ ഉണ്ടായിട്ടും അതിൻ്റെ ക്വാളിറ്റിയാണ് മേജറായിട്ട് നോക്കിയിരിക്കുന്നത്. നമ്മൾക്ക് 86% മാർക്കാണ് സ്റ്റേറ്റിൽ NQSന് കിട്ടിയിരിക്കുന്നത്. അത് നാഷണൽ ലെവലിലേക്ക് പോയി. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഒരു ബെഡിന് 10,000 രൂപ വെച്ച് കിട്ടുന്നതാണ്. അത് കാരണം വികസനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതും ലഭ്യമാക്കും, ഞങ്ങൾ നേടിയെടുക്കും. കാരണം വെറുതെ നേടിയെടുക്കുന്ന ഒരു കാര്യമല്ല, അതിന് വളരെയധികം ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ എല്ലാ ജീവനക്കാരും അത്രയും നല്ലപോലെ പരിശ്രമിച്ചാൽ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റൂ. അത് ഞങ്ങൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. PSCയും NHMഉം PSCയിൽ 14 പേര്, PSCയിൽ 14 പേര്. അതിൽ 2 ഡോക്ടർമാർ നിലവിൽ ലീവിൽ പോയേക്കുവാണ്. ബാക്കിയുള്ളത് NHM ഡോക്ടറും സ്പെഷ്യലിസ്റ്റും ആയിട്ടുള്ള ഡോക്ടർമാരുമാണ്. 4 കാഷ്വാലിറ്റി ഡോക്ടേഴ്സ്, അതിനകത്ത് 1 ഡോക്ടറാണ് ലീവിൽ പോയത്. 2 അസിസ്റ്റൻറ്റ് സർജൻ, PSC പോസ്റ്റാണ്. 2 അസിസ്റ്റൻറ്റ് സർജൻ, അതിനകത്ത് 1 ഡോക്ടറും ലീവിൽ പോയിരിക്കുകയാണ്. പിന്നെ ഉള്ളത് സ്പെഷ്യലിസ്റ്റ്, 2 പീഡിയാട്രിഷ്യൻ, 1 കൺസൾട്ടൻറ്റും 1 ജൂനിയർ കൺസൾട്ടൻറ്റും, 2 ഗൈനക്കോളജിസ്റ്റ്, 2 ജൂനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ്, 1 അനസ്തീഷ്യ ഡോക്ടർ, പിന്നെ ഓർത്തോ ഡോക്ടർ 1 ഡോക്ടർ. ഇത്രയാണ് PSC. പിന്നെ NHM തന്നിരിക്കുന്നത് 3 പേരെയാണ് ഇപ്പോൾ നിലവിൽ. എല്ലാം കൂടെ കൂട്ടിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ